വഖഫ് ബോർഡിലെ ഫ്രാൻസിസ് ജോർജിന്റെ മലക്കം മറിച്ചിൽ. UDFൽ ലീഗിന്റെ അപ്രമാദിത്വം വർദ്ധിക്കുന്നു. ക്രിസ്ത്യൻ ഹിന്ദു സമൂഹങ്ങൾ ആശങ്കയിൽ. വഖഫ് ബോർഡ് ഭേദഗതിയെ പിന്തുണയ്ക്കുമെന്ന കോട്ടയത്തെ UDF MP ഫ്രാൻസിസ് ജോർജ് ഇന്നലെ പറഞ്ഞത് 24 മണിക്കൂറിനകം തിരുത്തിക്കാൻ ലീഗിനായി. UDFൽ കോൺഗ്രസിനേക്കാൾ സ്വാധീനം ലീഗിനാണെന്ന് തെളിയിക്കുന്നതാണ് ഈ മലക്കം മറിച്ചിൽ. അക്ഷര നഗരിക്ക് തന്നെ അപമാനമായി മാറിയിരിക്കുകയാണ് ഫ്രാൻസിസ് ജോർജിന്റെ ഈ മലക്കം മറിച്ചിലെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വഖഫ് വിഷയത്തിൽ കോൺഗ്രസ് ലീഗിനൊപ്പമാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ മലക്കം മറിച്ചിൽ. ജോസഫ് ഗ്രൂപ്പിന്റെ ഈ നിലപാട് തിരുത്തിയില്ലെങ്കിൽ തങ്ങൾ മുന്നണിയിൽ കാണില്ല എന്ന ലീഗിന്റെ താക്കീതിൽ കോൺഗ്രസ് നേതൃത്വം ഫ്രാൻസിസ് ജോർജിനോട് പ്രസ്താവന മാറ്റി പറയുവാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് അറിയുന്നത്. ഏതായാലും ഒരു രാത്രി ഇരുണ്ട് വെളുക്കുന്നതിന് മുൻപ് തന്നെ തങ്ങളാണ് UDFനെ നിയന്ത്രിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഫ്രാൻസിസ് ജോർജിനെ പിന്തുണ അറിയിച്ച് കാസ പോലുള്ള സംഘടനകൾ ഇന്നലെ രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഫ്രാൻസിസ് ജോർജ് ചെയ്തത് കൊടും ചതി എന്നാണ് ഇപ്പോൾ കാസ പറയുന്നത്. ഫ്രാൻസിസ് ജോർജിന് തിരഞ്ഞെടുപ്പ് കാലത്ത് പിന്തുണ നൽകിയിരുന്ന ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങൾ ഈ തീരുമാനത്തിൽ ശക്തമായ എതിർപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും വയ്യാത്ത പട്ടി കയ്യാല കയറിയതിന് സമമാണ് ഫ്രാൻസിസ് ജോർജിന്റെ ഈ മലക്കം മറിച്ചിലെന്നാണ് പൊതുവെയുള്ള സംസാരം. ഫ്രാൻസിസ് ജോർജിന്റെ ഈ നിലപാട് ജോസഫ് ഗ്രൂപ്പിലും കടുത്ത ഭിന്നതയ്ക്ക് കാരണമായിട്ടുണ്ട്. പാർട്ടി പിളരുന്ന സാഹചര്യം പോലും സംജാതമാകുമെന്നാണ് ഒരു സീനിയർ നേതാവ് വ്യക്തമാക്കിയത്. ഫ്രാൻസിസ് ജോർജിന്റെ നിലപാട് തിരുത്തിക്കാൻ മുന്നിൽ നിന്നത് PJ ജോസഫും മോൻസ് ജോസഫ് MLAയുമായിരുന്നു. കാരണം മുസ്ലിം ലീഗിന് 40,000-ഓളം വോട്ടുള്ള തൊടുപുഴയിൽ തങ്ങൾ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന ലീഗ് ഭീഷണി മുഴക്കി. കൂടാതെ കടുത്തുരുത്തിയിലുള്ള മുസ്ലിം വോട്ടുകൾ ജോസഫ് ഗ്രൂപ്പിന് നൽകിയില്ല എന്നും കുഞ്ഞാലിക്കുട്ടി നിലപാടെടുത്തു. അതുമാത്രം പോരാ, അടുത്ത UDF യോഗത്തിൽ പരസ്യമായി മാപ്പ് പറയണം, അല്ലെങ്കിൽ ജോസഫ് വിഭാഗത്തെ പുറത്താക്കുമെന്നും ലീഗ് നിലപാടെടുത്തിട്ടുണ്ട്. എന്തായാലും ലീഗിനെ പേടിച്ച് ജോസഫ് വിഭാഗം ക്രിസ്ത്യൻ സമൂഹത്തെ ഒറ്റിക്കൊടുത്തു എന്നാണ് സീറോ മലബാർ സഭ ഈ വിഷയത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും ഫ്രാൻസിസ് ജോർജിനെ നട്ടലുള്ള നേതാവെന്നും ക്രിസ്ത്യാനിയുടെ രക്ഷകനെന്നുമൊക്കെ വാഴ്ത്തിപ്പാടിയ കാസ അടക്കമുള്ള സംഘടനകൾ ഈ ചതിക്കെതിരെ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്.